ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. +1 വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാതെ പുറത്തിരിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് +1 അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എന്ന് നമുക്ക് കേട്ട് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിനൽ സീറ്റ് വർധനവും, എല്ലാ എയ്ഡഡ് സ്കൂളുകൾക്കും 20% മാർജിനൽ സീറ്റ് വർധനവും, ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകളിൽ അധികമായ 10% മാർജിനൽ സീറ്റ് വർധനവും അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ ഉറപ്പാക്കിയാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതും താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതും ചെയ്യുന്നത്. അതിനാൽ ഇത് പഠന നിലവാരത്തെ ബാധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി സംഘടനാ പ്രതികളുമായി യോഗം ചേർന്ന ഇതിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട ആധികാരിക കണക്കുകൾ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആദ്യമേ തന്നെ കൈമാറിയിരുന്നു. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അതിൻ്റെ രേഖ നമ്മൾ കൈമാറിയിരുന്നു. എടുത്ത തീരുമാനങ്ങൾ നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചു. ജൂലൈ 2-ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 2, 3, 4 തീയതികളിലായി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതിവിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ച് വരികയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതിനെ കമ്മീഷൻ എന്നൊന്നും വ്യാഖ്യാനിക്കല്, ഒരു 2 പേരെ ചുമതലപ്പെടുത്തിയത് മാത്രമാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്കും മലപ്പുറം RDD എന്നിവരാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ജൂലൈ മാസം 5-നകം അവരുടെ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ജൂലൈ 31-നകം അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രോസ്പെക്ടസിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. +1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും സാർ. ഇതിനകം തന്നെ ക്ലാസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ പുതുതായിട്ട് ചേർന്ന കുട്ടികൾ ക്ലാസ് നഷ്ടപ്പെടുമെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി അവർക്ക് പഠന വിടവ് നികത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും സാർ. നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും എല്ലാം ഈ സ്കൂൾ കേരള നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ. എന്തായാലും +1-ൽ ഇപ്പം അഡ്മിഷൻ കിട്ടാതെ പുറത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പക്ഷേ അത് ഗവൺമെൻറ് സീറ്റുകളിലേക്ക് മാത്രമായിട്ടല്ല കേട്ടോ. ആദ്യം പറഞ്ഞു ഗവൺമെൻറ്റിൽ, മാനേജ്മെൻറ്റിൽ, അതേപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഇത്ര ശതമാനം വെച്ചിട്ട് സീറ്റ് അധികരിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് ഒരു കോഴ്സിന്, ഒരു ക്ലാസ്സിൽ ഇത്ര ശതമാനം സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതേപോലെ തന്നെ താൽക്കാലിക ബാച്ചുകളും മലപ്പുറം മേഖലയിൽ സ്കൂളുകളിൽ അധികമായിട്ട് അനുവദിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. താൽക്കാലിക ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സയൻസും ഹ്യൂമാനിറ്റീസും മാത്രമുള്ള സ്കൂളുകളിൽ കൊമേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ അവിടെ ചിലപ്പോൾ 3-4 കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അധികമായിട്ടുള്ള ബിൽഡിങ്ങുകളിൽ താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കുന്നു. ഇതൊക്കെയാണ് താൽക്കാലിക ബാച്ചുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് +1, +2 2 വർഷം ഇരുന്ന് പഠിക്കാം. അതിൽ നിങ്ങൾക്ക് പഠനത്തിൽ വലിയ ഒരു എന്തെങ്കിലും കുറവോ അങ്ങനെയൊന്നും സംഭവിക്കില്ല. എന്തായാലും അധിക ബാച്ചുകൾ അനുവദിച്ചു കഴിഞ്ഞാലും താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു കഴിഞ്ഞാലും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ടും ഈ മലപ്പുറം ജില്ലയിലാണ് അഡ്മിഷൻ കിട്ടാതെ ഒരുപാട് കുട്ടികൾ പുറത്തിരിക്കുന്നത്. കാരണം എല്ലാ വർഷവും മലപ്പുറം ജില്ലയിൽ ഈ സീറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ, കഴിഞ്ഞ ദിവസം പോലും നിങ്ങൾ കേട്ടതാണ്, ഫുൾ A+ ലഭിച്ച ഒരുപാട് കുട്ടികൾക്കും പോലും അഡ്മിഷൻ കിട്ടാതെ ഇപ്പോഴും സപ്ലിമെൻ്ററിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ജൂലൈ 2-ാം തീയതി നിങ്ങൾ ഓർത്ത് വെക്കുക, ജൂലൈ 2-ാം തീയതി സപ്ലിമെൻ്ററി ഘട്ടം ആരംഭിക്കും. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുക എന്നുള്ളത്. ഒഫീഷ്യലി ഉള്ള ഒരു അനൗൺസ്മെൻറ്റ് നമുക്ക് ലഭിച്ചു. ജൂലൈ 2-ാം തീയതി സപ്ലിമെൻ്ററി ഘട്ടം ആരംഭിക്കും.
സപ്ലിമെൻ്ററി അപേക്ഷ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങൾ +1 അപേക്ഷ നിങ്ങൾ അക്ഷയ സെൻറ്റർ വഴിയാണ് കൊടുത്തത് എങ്കിൽ അവിടെ തന്നെ പോവുക. സപ്ലിമെൻ്ററിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ അവർ പുതുക്കി തരും. പക്ഷേ അപേക്ഷ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ സെൻറ്ററുകളിലേക്ക് അപേക്ഷിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് വാക്കൻസി ഉണ്ട് എന്ന് ആദ്യം നോക്കുക. അത് നോക്കേണ്ടത് HSCAP വെബ്സൈറ്റിൽ കയറിയിട്ട് സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് എന്ന് കാണാം. അതിപ്പം വന്നിട്ടില്ല, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അറിയിക്കാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ സ്കൂളുകളിലും ഏതൊക്കെ കോഴ്സിന് എത്ര സീറ്റുകൾ വെച്ചുണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. അത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, പരമാവധി സ്കൂളുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എവിടെയെങ്കിലും ഒരു സീറ്റ് ഉറപ്പിക്കുക. ശേഷം ട്രാൻസ്ഫറൊക്കെ വരാനുണ്ട്. ട്രാൻസ്ഫർ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ കൊടുത്ത് പോകാനൊക്കെ സാധിക്കും. അപ്പോൾ മാക്സിമം സീറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് എത്ര സ്കൂൾ ആഡ് ചെയ്യാൻ പറ്റുമോ, എത്ര കോഴ്സുകൾ ബൈ ചാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ അത്രയും സ്കൂളുകൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപേക്ഷ പുതുക്കുക. ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എനിവേ ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾ, നിലവിൽ നമുക്കറിയാം +1 ക്ലാസ്സുകൾ ആരംഭിച്ചു. അപ്പോൾ ഈ സപ്ലിമെൻ്ററിയിൽ അപേക്ഷിച്ച് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ക്ലാസ്സുകൾ കിട്ടാതെ വരാം. കാരണം കുറച്ച് മുന്നോട്ട് പോയിരിക്കാം ക്ലാസ്സുകളും ചാപ്റ്റേഴ്സൊക്കെ. അപ്പോൾ അത്തരം കുട്ടികൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിൽ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം, അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുത്തിട്ട് അവരെ പഠന മികവ് അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും +1 വിദ്യാർത്ഥികൾക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിലവിൽ അഡ്മിഷൻ കിട്ടിയിട്ട് താല്പര്യമില്ലാത്തൊരു സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ആണ് നിങ്ങൾക്ക് കിട്ടിയത് എങ്കിൽ ട്രാൻസ്ഫർ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ സീറ്റ് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സീറ്റുകൾ അധികമായിട്ട് അനുവദിച്ചു കഴിഞ്ഞാലും ബാച്ചുകൾ അതിന് അധികമായിട്ട് അനുവദിച്ചു കഴിഞ്ഞാലും താൽക്കാലിക ബാച്ചുകളും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അത്രയും കുട്ടികൾ ആ ബാച്ചുകളിലേക്ക് പോകും. അങ്ങനെ സീറ്റ് വാക്കൻസികൾ ഒരുപാട് അവൈലബിൾ ആയിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കും കോഴ്സിലേക്കും മാറാനും സാധിക്കും. എനിവേ പോസിറ്റീവായിട്ടുള്ള നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു വാർത്ത തന്നെയാണിത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം എന്തെങ്കിലും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഉണ്ടോ എന്നുള്ളത്. സോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ വൈസ് വാക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ അറിയിക്കും. സോ മറ്റൊരു വീഡിയോ മതി കാണാം. ബൈ ഫ്രണ്ട്.